ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റസൽ കെയ്മിലുള്ള അതിഫേമസ് ആയിട്ടുള്ള സക്കർ പാർക്കിലേക്കാണ്. പാർക്ക് അറിയാത്തതായിട്ട് റസൽ കെയ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പാർക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനുള്ളിലേക്ക് ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. നമ്മൾ പലവട്ടം ഇതിന്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് പാർക്കാണെന്ന് ഇങ്ങനെ പറയാറുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ മനസ്സ് വരാനിട്ടാണോ എന്തെന്നറിയില്ല, നമ്മൾ പോയിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഇത് വിസിറ്റ് ചെയ്തു. മറ്റേ അടിപൊളി കിഡിലൻ പ്ലേസ് ആട്ടോ. കുട്ടികൾക്ക് ഓടിച്ചാടി തലകുത്തി മറിഞ്ഞടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. എന്താ പറയുക, അതിവിശാലമായ സ്പേസ് ആണ്. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ്, ഫുള്ള് ഗ്രീനറിയും ഒക്കെ നിറഞ്ഞിട്ട് ഒരു നല്ലൊരു പ്ലേസ് എന്ന് തന്നെ പറയാം. നമ്മൾ മെയിനായിട്ട് വേറൊരു വഴിക്ക് പോയതാണ്. അപ്പോഴാണ് അവിടെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളുടെ തീരുമാനം മാറ്റിയത്. എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റി. വെറും 5 dirhams ആട്ടോ പെർ ഹെഡിന് വരുന്നത്. അതേസമയം നമ്മൾ വാഹനം അകത്തേക്ക് ഇടുകയാണെങ്കിൽ വാഹനത്തിൽ എത്ര ആളുണ്ടോ അത്രയും പേർക്കും 20 dirhams വരത്തുള്ളൂ. അതെല്ലാം വാഹനം വെളിയിലിട്ട് വരികയാണെങ്കിൽ വെറും 5 dirhams പെർ ഹെഡിന് വരുന്നുള്ളൂ. നമ്മൾ 2 പേരുണ്ടായതുകൊണ്ട് വെറും 10 dirhamsനായിട്ടുള്ളൂ. അതെന്തായാലും നമുക്ക് വെർത്തായിട്ടുണ്ട്. നൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ തന്നെ വേറൊരു വൈബാണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല വെളിച്ചത്തിൽ എടുക്കുമ്പോഴാണല്ലോ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുക. ഞാനൊരു ഫോട്ടോസും വീഡിയോസിൻ്റെയും മെയിൻ ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായില്ല. പിള്ളേർ തലകുത്തി മറിയുന്നുണ്ടോ. അതേപോലെ ഈ കാണുന്ന മരത്തിന്റെ മുകളിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട് കേട്ടോ. ഒക്കത്തിന്റെ സൗണ്ട് കേൾക്കാൻ എന്താ രസം. നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ആ പോലത്തെ ഒരു വൈബാട്ടോ. ഫുള്ള് ഗ്രീനറിയാണ്, എവിടെ നോക്കിയാലും ഫുള്ള് ഗ്രീനറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാം. നിങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, വരാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം റസൽ കെയ്മിൽ. നമ്മൾ വന്നത് ഒരു 4 മണി ആ സമയത്താണ്. 2 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലെ നമ്മൾ പകുതി സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ റൈഡൊക്കെ വരുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ അതിൽ കയറാം. അതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കാം, അതുപോലെ ടെൻ്റ് അടിക്കാം. എന്തെങ്കിലും ബർത്ത്ഡേ ഗാദറിങ് പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ ഒക്കെ നമുക്കിവിടെ നടത്താം കേട്ടോ. അങ്ങനത്തെ ഒരു സ്പേസാണ്. കാം ആൻഡ് ക്വയറ്റാണ്. ആരുടെ ശല്യമൊന്നുമില്ല. നമ്മൾക്ക് ഒരു സൈഡിലിരുന്ന് നമ്മൾക്ക് നമ്മുടേതായ എൻജോയ്മെൻറ്റ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഇവിടെ. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളിവിടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫാം കൂടി വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. നേരെ നമ്മൾ തിരിച്ചു പോരായിരുന്നു. അപ്പോൾ ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാം കേട്ടോ.
അങ്ങനെ ഒരു 2 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവസാനം നമ്മൾ മടുത്തിട്ടോ, ഫോട്ടോസ് എടുത്തെടുത്ത് മതിയായി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്താണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.